അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ശരി ഉമൈർ, പിന്നെ എന്തിനാണ് താങ്കളും സഫ്വാൻ ഇബ്നു ഉമയ്യയും ഹിജ്റിൽ ഒന്നിച്ചിരുന്നിരുന്നത്? താങ്കൾ അദ്ദേഹത്തോട് തൻ്റെ കുടുംബ പ്രാരാബ്ദങ്ങളെക്കുറിച്ചെല്ലാം കടബാധ്യതകളെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നത്. എന്നിട്ട് താങ്കളുടെ കടബാധ്യതകളും കുടുംബ പ്രാരാബ്ദവുമെല്ലാം എന്തിനാണ് സഫ്വാൻ ഏറ്റെടുത്തത്? അതിന് പകരമായി എന്തു ചെയ്യാം എന്നാണ് താങ്കൾ സഫ്വാനോട് വാക്ക് നൽകിയത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ചോദ്യങ്ങളും ഓരോ ശരങ്ങളായിരുന്നു. അത് ഓരോന്നും വന്ന് പതിച്ചിരുന്നത്, വന്ന് വീണിരുന്നത് ഉമൈർ ഇബ്നു വഹബുൽ ജംഇയുടെ മനസ്സിലായിരുന്നു. ഉമൈർ പൊടുന്നനെ തിരിച്ചറിഞ്ഞു, അത്ര ഗോപ്യമായി, അത്ര രഹസ്യമായി, മറ്റൊരാളും കാണാനും കേൾക്കാനും ഇടവരാതെ കഅബാലയത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് തങ്ങൾ രണ്ടുപേരും മാത്രം പറഞ്ഞ ആ സ്വകാര്യം എങ്ങനെയാണ് മുഹമ്മദിൻ്റെ കയ്യിലെത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ചിന്തയ്ക്ക് ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് ഉമൈർ ഇബ്നു വഹബുൽ ജംഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈറിൻ്റെ മകനെ വിട്ടയക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഉമൈർ ഇബ്നു വഹബ് പോയില്ല. അദ്ദേഹം അവിടെ തന്നെ തങ്ങി. എന്നിട്ട് ഇസ്ലാമിനെക്കുറിച്ച് അടുത്തറിഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി. മക്കയിൽ സഫ്വാൻ ഇബ്നു ഉമയ്യയാകട്ടെ ഇപ്പോൾ വരും ആ സന്തോഷ വാർത്ത എന്ന് കരുതി അക്ഷമനായി കാത്തു നിൽക്കുകയായിരുന്നു. കുറേ ദിവസങ്ങളായി പ്രതീക്ഷിച്ച കാലമൊക്കെ കടന്നുപോയിട്ടും മദീനയിൽ നിന്ന് അങ്ങനെ ഒരു വിവരം, മഹാനായ നബിയുടെ രക്തം പുരണ്ട വിവരം, അവസാനം ക്ഷമ കെട്ടപ്പോൾ മദീന വഴി വരുന്ന, അല്ലെങ്കിൽ മദീനയിൽ നിന്ന് വരുന്ന ചിലരോട് സഫ്വാൻ ഇബ്നു ഉമയ്യ ചോദിച്ചു. അവരാണ് പറഞ്ഞത്, ഉമൈർ ഇബ്നു വഹബ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയാണിപ്പോൾ എന്ന്. അപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ ഒരു പ്രതിജ്ഞയെടുത്തു, ഇനി ഈ ജീവിതത്തിൽ ഞാൻ ഉമൈറുമായി മിണ്ടുകയില്ല എന്നത്. അത്രയേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അയാൾക്ക്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എത്തുന്ന ഏതൊരാളും, അത് ശത്രുതയോടെ ആവാം, ഗൂഢമായ ലക്ഷ്യത്തോടുകൂടെ ആവാം, അവരൊക്കെ ആ പ്രകാശത്തിൽ ലയിക്കുമായിരുന്നു. അത്തരം ഒരു പ്രകൃതവും പ്രഭാവവും അള്ളാഹുവിൻ്റെ ഹബീബിന് നൽകിയിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിൻ്റെ സന്തോഷത്തിലിങ്ങനെ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ മറ്റു ചില സംഭവങ്ങളുണ്ടായി. അത് മക്കക്കാരുടെ ഭാഗത്തിൽ നിന്നല്ല, സ്വന്തം കാൽച്ചുവട്ടിൽ നിന്ന് തന്നെ. അതായത് മദീനയിലെ ജൂതന്മാരുടെ ഭാഗത്തിൽ നിന്ന്. ജൂതന്മാരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നേരത്തെ കരാറിൽ ഏർപ്പെട്ടവരാണ് എന്ന് നാം പറഞ്ഞു. മദീന ചാർട്ടർ അത് അക്ഷരം പ്രതി പാലിച്ചു മുസ്ലിമീങ്ങൾ. പക്ഷേ യഹൂദികൾ അങ്ങനെയല്ല. അവരുടെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന ഒരു പ്രത്യേകതയുണ്ട്. അവരുമായി ചെയ്യപ്പെടുന്ന ഏത് കരാറും ഏതുടമ്പടിയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലങ്കാരികമായി പറയാറുള്ളത് പോലെ കരാറിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അവർ ലംഘിക്കാൻ തുടങ്ങും. അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഒരു ദുര്യോഗമാണ്.
ഇന്നും നമുക്ക് കാണാം എത്രയെത്ര വെടിനിർത്തലുകൾ, എത്രയെത്ര അന്തർദേശീയ ഇടപെടലുകൾ. പക്ഷേ അവ കൊണ്ടൊന്നും ഒരിക്കലും അവരെ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതാർക്കും കഴിയുകയുമില്ല. അങ്ങനെയുള്ള ഒരു ജനതയാണവർ. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ കരാറിൻ്റെ ആശയത്തിന് എതിർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, അവരുടെ കൂട്ടത്തിൽ ഒരു വന്ധ്യ വയോധികനുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ ഒരു പുരോഹിതന് സമമായ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത അസൂയ തോന്നി. ഔസ്, ഖസ്റജ് ഈ രണ്ട് അറബി കുടുംബങ്ങളിലെ ജനങ്ങൾ ഇസ്ലാം വഴി പരസ്പരം ബന്ധിതരായ കാഴ്ച കാണുമ്പോൾ ഔസും ഖസ്റജും നിരന്തരമായ പോരാട്ടങ്ങളിലായിരുന്നു. പക്ഷേ ഇസ്ലാം അവരുടെ പോരാട്ട വീര്യം കെടുത്തിക്കളഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒന്നാക്കി മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ കാണുന്ന മജ്ലിസുകളിലെല്ലാം ഔസും ഖസ്റജും തോളോട് തോൾ ചേർന്നിരിക്കുകയാണ്. അത് കണ്ട് അസഹ്യനായ ഈ പുരോഹിതൻ അവരുടെ കൂട്ടത്തിലെ ഒരാളെ അത്തരം ഒരു മജ്ലിസിലേക്ക് പറഞ്ഞയച്ചു. ആ മജ്ലിസിൽ ചെന്നുകൊണ്ട് ബുആസ് എന്ന് പറയുന്ന ഔസും ഖസ്റജും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ കാരണത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്താനായിരുന്നു അയാളെ പറഞ്ഞയച്ചത്. അയാൾ ആ മജ്ലിസിലെത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.